ഞായറാഴ്ച എടുത്ത ലൈവ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സുകളും പിന്നെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: പേഴ്സണൽ, റിയൽ, നോമിനൽ. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഒരു പ്രോബ്ലം തന്നെ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു മുന്നേ ആയിട്ട് നമ്മൾ അക്കൗണ്ട്സുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: നോമിനൽ, റിയൽ, പേഴ്സണൽ. ഈ പേഴ്സണലിനെ തന്നെ നമ്മൾ എന്താക്കിയ വേറൊരു കാര്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അതായത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, അല്ലേ? ഷോർട്ടായിട്ട് എഴുതാം: റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഈ പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്, ഒരു കോംപ്ലിമെന്ററി ആണ്. പിന്നെ നോമിനൽ അക്കൗണ്ടിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്: ഇൻകം, എക്സ്പെൻസ്, ഗെയിൻ, ലോസ്. അത് ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഗെയിൻ എന്താണ്, ലോസ് എന്താണ്, ഇത് നാല് നമ്മൾ അന്ന് ടൈം എടുത്ത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ നമ്മൾ അസറ്റ്, പ്രോപ്പർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്തതാണ് ഈ എക്സൽ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? റിയൽ അക്കൗണ്ട് തന്നെ ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട് എന്നെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെല്ലാം അസറ്റുകളാണെന്നും പഠിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഇത് പോവാം. ക്വസ്റ്റ്യൻ: ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ മൂന്ന് കാര്യം നോക്കണം: പേഴ്സണൽ ആണോ, റിയൽ ആണോ, നോമിനൽ ആണോ. ഇത് പേഴ്സണൽ ആണോ? അല്ല. കാരണം എന്താ? ആളില്ല. റെപ്രസെന്റേറ്റീവ് ആണോ? ഗ്രൂപ്പ് ഓഫ് ആളാണോ? അല്ല. പേഴ്സണലും അല്ല, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടോ അല്ല. നോമിനൽ ആണോ? കാരണം ഇൻകം, എക്സ്പെൻസ്, ഗെയിൻ, ലോസ് ഇത് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? ഇത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇനി അടുത്തത് ഒരു ക്യാഷ് അക്കൗണ്ട്. അതായിരുന്നെങ്കിലോ? അതും റിയൽ അക്കൗണ്ട് ആണ്. കാരണം അത് അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്, ടാഞ്ചിബിൾ അസറ്റ് ആണ്, അല്ലേ? ഉം. അടുത്തത് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. റിയലും അല്ല, റിയൽ അല്ല. പേഴ്സണൽ ആണോ? ഒരിക്കലും അല്ല, ആളില്ല. റിയൽ അല്ലാത്ത എന്താണ്? അതൊരു അസറ്റോ ലയബിലിറ്റിയോ അങ്ങനെ ഒന്നും അല്ല. പിന്നെന്താണത്? അത് ഒരു എക്സ്പെൻസ് ആയിരിക്കും, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്, അല്ലേ? ഇൻട്രസ്റ്റ് വന്നു, അതായത് ബാങ്കിൽ നിന്ന് പലിശ വന്നു, ഇൻട്രസ്റ്റ് വന്നു, അത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും? അതൊരു എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ അത് എന്ത് തരം അക്കൗണ്ടാണ്? അത് നോമിനൽ അക്കൗണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. നമ്മളിത് പറഞ്ഞു: ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടും അന്ന് നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ വ്യത്യാസം നമ്മൾ പഠിച്ചത് തന്നെയാണ്. അത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതായത് ഇതൊരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. കാരണം എന്താ? ഫോർ എക്സാമ്പിൾ, ഒരു സാലറി അക്കൗണ്ട് തന്നെ ആയിരിക്കട്ടെ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ ഒരു വർഷം കൊടുക്കാനുണ്ടായിരുന്നു, അത് ബാലൻസ് ഷീറ്റിൽ പോകുമെന്നും പഠിച്ചു. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് കാരണം എന്താണ്? നമ്മൾ അടുത്ത വർഷമെങ്കിലും നമ്മൾ അത് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. സാലറി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളായിരിക്കും, അല്ലെ? ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, കെ എസ് ബിയിലുള്ള ആൾക്കാർക്കെല്ലാം സാലറി കൊടുക്കണം. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അടുത്തത് പേറ്റന്റ്. ബാങ്ക് അക്കൗണ്ടും പേറ്റന്റും ഇത് തമ്മിൽ, ഇത് റിയൽ അക്കൗണ്ട് ആണ്. എല്ലാവർക്കും പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നോമിനലും അല്ല, പേഴ്സണലിലും വരുന്നില്ല ഈ പേറ്റന്റ്. പിന്നെ എന്ത് തരം അക്കൗണ്ട് ആണ് അത്? അത് ഇൻടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ക്യാഷ് പോലെ നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല, അല്ലെ? ഫർണിച്ചറോ മെഷീനറിയോ പോലെ കാണാൻ പറ്റുന്നില്ല. അതെന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്തിന്റെ അണ്ടറിൽ വരും? റിയൽ അക്കൗണ്ട്. ഇനി ലോൺ ഫ്രം ഗോപാൽദാസ് അക്കൗണ്ട്. ഒന്നും നോക്കാനില്ല, പേരുണ്ട്. അതായത് എന്താണ്? നോമിനൽ അക്കൗണ്ട്. അടുത്തത് ലൂസ് ടൂൾസ്. ടൂൾസ്, അതായത് നമുക്ക് പണിസാധനങ്ങളുണ്ട്. പണിസാധനം എന്താണ്? കാണാൻ പറ്റും, ടാഞ്ചിബിൾ ആണ്. അത് നോമിനലിന്റെ അണ്ടറിൽ വരുന്നില്ല. അതായത് നമുക്ക് എക്സ്പെൻസ് ആയിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടു. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങും ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും പറഞ്ഞതുപോലെ തന്നെ ഉള്ളതാണ്. എന്ത്? ഇത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. അതായത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ എഴുതണം. കാരണം എന്താ?
നമുക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും കൊടുക്കാനുണ്ട്, ഇതെല്ലാം നമ്മളെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഒരു കറണ്ട് ലയബിലിറ്റി ആണെന്നൊക്കെ നമ്മളൊന്ന് പഠിച്ചതാണ്. പ്രീപെയ്ഡ് സാലറി, അതായത് ആദ്യമേ നമ്മൾ കൊടുത്തു, അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ആയിട്ടും കാണിക്കും. അപ്പൊ അതും എന്താണ്, അതും ഒരു പേഴ്സണൽ എലമെന്റ് ആണ്. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് പോലെ തന്നെ ഉള്ളതാണ് പ്രീപെയ്ഡ്. അത് നമ്മൾ മുൻകൂറായിട്ട് കൊടുത്തു, ഒരു മാസത്തെ ശമ്പളം നമ്മൾ നേരത്തെ കൊടുത്തു. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഈ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൂപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് റെപ്രസെന്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട്. അടുത്തത് സ്റ്റേഷനറി അക്കൗണ്ട്. സ്റ്റേഷനറി അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്, അതൊരു എക്സ്പെൻസ് ആണ്. അതായത് എക്സ്പെൻസ്, റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും അല്ലാന്ന് എന്തായാലും എല്ലാവർക്കും അറിയാം, കാരണം അത് അസറ്റേ അല്ല. സ്റ്റേഷനറി ഒരിക്കലും അസറ്റ് അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. കാരണം എന്താ, അന്ന് നമ്മൾ പറഞ്ഞു, അതായത് അതിന്റെ ഉപയോഗം നമുക്ക് ഒരു വർഷത്തിന് മണ്ടയിൽ ഇല്ല. ഒരു വർഷത്തിന് മണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അസറ്റ് ആയിട്ടും പരിഗണിക്കുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ടാഗ്, ഓഫീസിൽ ടാഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചു, ഇതെല്ലാം സ്റ്റേഷനറി ഐറ്റംസ് ആണ്. പേന വാങ്ങിച്ചു, ഗം വാങ്ങിച്ചു, അപ്പൊ ഇതെല്ലാം നമ്മൾ അപ്പൊ തന്നെ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ ഇതെന്താണ്, നോമിനൽ അക്കൗണ്ട്. അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജ്. നമുക്കൊരു കടയുണ്ട്, ആ കടയിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വന്നു. അപ്പൊ നമ്മൾ അതെന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് തന്നെയാണത്. അത് ഇൻകം ആണോ, ഗെയിൻ ആണോ, ലോസ് ആണോ, ഇതൊന്നുമല്ല. എന്താണ്, അതൊരു എക്സ്പെൻസ് തന്നെയാണ്. റിയൽ അക്കൗണ്ടും അല്ല, പേഴ്സണൽ അക്കൗണ്ടും അല്ല. അത് പേഴ്സണൽ അക്കൗണ്ട് അല്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. റിയൽ അക്കൗണ്ട് ആയിട്ട് വരും അത്, ഒരിക്കലും ഇല്ല. ലയബിലിറ്റിയോ അങ്ങനെ ഒന്നും അല്ല അത്. ലയബിലിറ്റി ആയിട്ട് വരും, നമുക്കത് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇവിടെ നമുക്കത് എന്താണ്, എക്സ്പെൻസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ എവിടാണ് എഴുതുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റിലാണോ പി ആൻഡ് എല്ലാണോ, പി ആൻഡ് എല്ലാണ് അല്ലെ, ബാലൻസ് ഷീറ്റിലല്ല എഴുതുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വരെ നമ്മൾ പഠിച്ചു. അതായത് ഫൈനൽ അക്കൗണ്ട്സ് വരെ നമ്മൾ കഴിഞ്ഞ മൂന്നാല് ലൈവിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അന്ന് പ്രോബ്ലം ചെയ്തതിൽ, ആ പ്രോബ്ലം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നതും. അതായത് പ്രോബ്ലം ഒന്നും കൂടി പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ഓഫ്ലൈൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് ഇവിടെ ഇതാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ, ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്, ഈ ഒരു ചാപ്റ്ററിൽ ബേസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ആൻസർ ആണ് നമുക്കിവിടെ ഉള്ളത്. ദേ, അയ്യോ, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ലൂസ് ടൂൾസ്, ലൂസ് ടൂൾസ് നമുക്ക് ഒരു ആ അതായത് അത് ഒരു എക്സ്പെൻസ് ആണ്. ലൂസ് ടൂൾസ്, നമ്മൾ ടൂൾസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഒരു അസറ്റ് ആയിട്ട് വെക്കാം. ലൂസ് ടൂൾസ് എന്താണ്, അത് കഴിഞ്ഞതിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഞാൻ ഇത് കണ്ടിട്ടാണ് ചെയ്തത്. അതായത് ഇത് നോമിനൽ അക്കൗണ്ട് തന്നെയാണ്. അതായത് ലൂസ് ടൂൾസ് നോമിനൽ അക്കൗണ്ട് ആണ്. അത് എന്തുകൊണ്ട് വന്നു അന്ന്, ഒരു വേറൊരു എക്സാമ്പിൾ, അതായത് ഈ ഒരു നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇതിലൊക്കെ അതായത് ഇൻവെസ്റ്റോപീഡിയ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അല്ല, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് അക്കൗണ്ടിങ് ബേസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് കണ്ടില്ല, നമ്മൾ അതിൽ നോക്കിയിട്ട് നമ്മൾ ഈ ഈ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ നമ്മൾ ചെയ്തും പഠിച്ചതാണ്. അപ്പൊ ഈ ലൂസ് ടൂൾസിന്റെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, അത് നോമിനൽ അക്കൗണ്ട് ആണ്. തെറ്റിപ്പോരുത്. ഈ ടൂൾസ് എന്ന് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് റിയൽ എഴുതിയത്. റിയൽ അല്ലാതെ നോമിനൽ അക്കൗണ്ട് ആണ്. അതിന്റെ റീസൺ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വെബ്സൈറ്റിൽ തന്നെ എടുത്തിട്ട് കാണിച്ചു തന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ജെമിനി അല്ലെങ്കിൽ കോ പൈലറ്റ്, ഇതൊക്കെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എഴുതി തരും. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് ദേ, നമുക്ക് ഏത് വെബ്സൈറ്റ് നോക്കണമെന്നും അറിയാൻ പറ്റാത്ത വരെ, അതായത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ വ്യക്തമായിട്ട്, അതായത് ഇൻവെന്ററി ആണോ എന്താണെന്ന് ഉള്ളത് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് AIs ഉണ്ട്. അപ്പോ എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൽ എടുത്തിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോ ഏഹ്, ഇനി അടുത്തതിൽ നമ്മൾ ഇതേപോലെ വീഡിയോസ്, ഓഫ്ലൈൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്.